അങ്ങനെ ദിവസം വന്നിരിക്കുകയാണ് ഗൈസ്. നാട്ടിലെല്ലാവർക്കും പല പല പരിപാടികളുണ്ടായിരുന്നു. എനിക്ക് മാത്രം ഒരു പരിപാടിയില്ലാണ്ട് അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ട് അതൊക്കെ കുത്തിയിരുന്നു ലൈക്ക് ചെയ്യലും മാത്രമായിരുന്നു എൻ്റെ പണി. അങ്ങനെ ഞങ്ങളുടെ ഒരു കസിൻ്റെ കല്യാണം പോയി. അതിന് ഞാൻ ചെത്തി മിനിങ്ങി ഞാൻ ജസ്റ്റ് എല്ലാവരും പോയി. അത് കുഞ്ഞു പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവളുടെ വീട്ടിൽ വന്ന് തലേദിവസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലുലുവിൽ പോയി നമുക്ക് സിനിമ കാണാൻ വേണ്ടിയിട്ട്. പാർക്കിയാൻ കഷ്ടപ്പെടായിരുന്നു. ഞാൻ അവിടുന്ന് വീഡിയോ എടുത്ത് തിരക്ക് കാണിക്കാൻ വേണ്ടി ഫ്രണ്ട് ക്യാമറ നോക്കിയിട്ട് സെൽഫി ക്യാമറ എടുത്തുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതറിഞ്ഞില്ല. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഇപ്പുറത്തെ വേസ്റ്റ് ബിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തോട്ട് തിന്നപ്പോൾ ബാക്കിൽ വേസ്റ്റ് ബിന്നുള്ള കാര്യം ഞാൻ കണ്ടില്ല. എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. സിനിമ തുടങ്ങാൻ സമയം എടുത്തുകൊണ്ട് അതിൽ കണ്ട പരസ്യത്തിന് ഡാൻസ് കളിക്കുകയായിരുന്നു ഉണ്ണിക്കുട്ടൻ ജസൂട്ടിയും കൂടി. അങ്ങനെ ലോക സിനിമ തുടങ്ങി. ഇത്രയും നല്ലൊരു പടം ഫാമിലി ഓഡിയൻസിൻ്റെ ഒപ്പം ഇരുന്ന് കാണാൻ ഗതികിട്ട അവസ്ഥ. അത് മാത്രം പ്രശ്നമുണ്ടായിരുന്നു. പടം അടിപൊളി, ഒന്നും പറയാനില്ല. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാൻറ്റസി മൂവീസ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വർക്കായി. അതിന് ആരും ഇല്ലാത്ത ലുലു കൂടെ എങ്ങോട്ട് പോകണം എന്നറിയാണ്ട് ലുലു മുഴുവൻ സൈന്യ പ്രദക്ഷിണം ചെയ്ത് ഞങ്ങൾ, അതായത് ചുറ്റി നടന്നു. അതിന് റോട്ടിൽ ആരും ഇല്ലാന്നുണ്ടപ്പോൾ ഞങ്ങൾ മറൈൻ ഡ്രൈവ് വരെ പോയി. അവിടെ ആരും ഉണ്ടായില്ല, ക്ലോസ് ചെയ്തിട്ടേക്കായിരുന്നു. അതിന് ഇടപ്പള്ളി പോയി പിറ്റേ ദിവസം ഞങ്ങൾ മുപ്പത്തടുത്ത് പോയി. അവിടെ പപ്പനെ മാമേനെ ഇടുവിനെയൊക്കെ കണ്ട് അവരുടെ അടുത്ത് കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ശ്വാസം മുട്ടണം. പിന്നെ ഇടുവിന് അവനെ തട്ടിക്കൊണ്ടുപോകണം കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് വണ്ടിയുടെ മുകളിൽ കയറിയിരുന്നുകൊണ്ട് അത് റീക്രിയേറ്റ് ചെയ്യരുത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി പെനി കയറി അവിടെ നിന്ന് ഐസ് മഞ്ച് വീട്ടിൽ പോന്നു. ബായ്.